ഹായ്, വെൽക്കം ടു വേൾഡ് ട്രാവലേഴ്സ് ആണ്. ഞങ്ങൾ ഇന്ന് വാഗമണിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടുകാരെല്ലാം കൂടിയുണ്ട്. അപ്പൊ ഞങ്ങൾ വാഗമണിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വഴി ഭയങ്കര മോശമാണ്, വണ്ടി കിടന്ന് ഡൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാന് ഉണ്ട്, സേവ് ഉണ്ട്, ഹരിച്ചേട്ടനുണ്ട്. അപ്പൊ ഞങ്ങൾ മൂന്നുപേരും കൂടിയാണ് ഇന്ന് പോണത്. അപ്പൊ ഇന്ന് വാഗമൺ മൊത്തം കറങ്ങി കണ്ട് അത് മുഴുവൻ വീഡിയോയിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ യാത്ര കേട്ടോ. വഴിയൊക്കെ ടാർ ചെയ്ത് നല്ല കുട്ടപ്പനാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വാഗമണിലേക്ക് പോണ വഴികളൊക്കെ നോക്കി എന്ത് രസാന്ന് നോക്കി. ഇത് യാത്രാമധ്യേ കണ്ട ഒരു നല്ലൊരു പോയിന്റാണ് കേട്ടോ. ഇല്ലിക്കക്കല്ല് എന്ന് പറഞ്ഞൊരു പ്രശസ്തമായൊരു കല്ലുണ്ട് ഇവിടെ. അധികം ദൂരെ നിന്ന് കാണിച്ചാൽ ഇത് നമ്മൾ ഒത്തിരി ദൂരെയാണ്. പിന്നീട് ഒരിക്കലും അവിടെ പോകാം. ഈ കാണുന്നതാണ് ഇല്ലിക്കക്കല്ല്. അത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. വാഗമണിലെ തേയിലത്തോട്ടങ്ങളുടെ തുടക്കമായിട്ടോ. എന്നെ ഓർഡറിലാന്ന് നോക്കി ഇതിൻ്റെ ചെടികൾ പിടിപ്പിച്ചാണ്. വാഗമണിലേക്കുള്ള യാത്രാമധ്യേ ഞങ്ങളൊന്ന് വണ്ടി നിർത്തിയാണ് കേട്ടോ. എന്നാ മനോഹരമായ കാഴ്ചകളാണ് ഈ ബാക്കിലൊക്കെ കാണുന്നത് നോക്കാം കേട്ടോ. എൻ്റെ പുറകിൽ കാണുന്നത് കണ്ടോ, തേയിലത്തോട്ടങ്ങളുടെ എന്ത് രസകരമായ ഒരു വ്യൂസാണ് കാണുന്നത്. നോക്ക്, താഴേക്ക് നോക്ക്. നമ്മൾ വന്ന വണ്ടിയാണ് കിടക്കുന്നത്. എന്നാ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോയാലോ? അപ്പൊ ഞങ്ങള് പുള്ളിക്കാനം എന്ന് പറയുന്ന സ്ഥലത്ത് ഇനി മുന്നോട്ട് കാണുന്ന എല്ലാം പുള്ളിക്കാനം എസ്റ്റേറ്റ് ആണ്. തൊട്ട് താഴേക്ക് കാണാം, ഞാൻ കാണിച്ചു തരാം താഴേക്കുള്ള. മുന്നിൽ കാണുന്നത് പുള്ളിക്കാനം പള്ളിയാണ് കേട്ടോ. നല്ല വലിയ പള്ളിയാണ്. അപ്പൊ നമ്മള് വാഗമൺ സിറ്റിയിലേക്കാണ് ഇനി അടുക്കാൻ പോകുന്നത്. ഇപ്പൊ ശരിക്കും വീഡിയോയിൽ കവർ ചെയ്ത തീരാത്തത്ര അടിപൊളി പ്രദേശങ്ങള്, റോഡിന്റെ രണ്ട് സൈഡും ഫുള്ളായിട്ട് ബ്യൂട്ടി എന്ന് പറയാനല്ല, പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കുന്നതാണ്.
അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടില്ല. പറ്റുന്നവര് എല്ലാം വരണം. കാരണം വാഗമൺ എന്ന് പറഞ്ഞാൽ ഒരു പ്രകൃതി സൗന്ദര്യം അത്ര നല്ല ഒരു സ്ഥലം കേട്ടോ. എല്ലാവരും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. പോകുന്ന വഴിക്ക് നല്ല ലേക്ക് ഉണ്ട്. ഇപ്പൊ ഇനി ഒരു കേവ് ഉണ്ടെന്ന് പറഞ്ഞു, അവിടെയൊക്കെ ഒന്ന് കയറാൻ പറ്റുമെന്ന് നോക്കണം. അപ്പോൾ എല്ലാത്തിന്റെയും നല്ല വീഡിയോസ് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഓക്കെ, നല്ലൊരു അടിപൊളി തടാകം കാണാം കേട്ടോ. വാഗമൺ പോണ വഴിയിലുള്ളൊരു തടാകമാണ് കേട്ടോ. നല്ല രസമുള്ള തടാകം. ആ കാറുകൾ അങ്ങ് ദൂരെ കൂടെ പോകണ്ട കേട്ടോ. താഴെ കാണുന്ന സ്ഥലങ്ങളൊക്കെ നോക്കി എന്ത് രസമാണ്. ഈ താഴ്വാരത്തിലാണ് നമ്മുടെ ഭാവനയുടെയും അതുപോലെ ലാലിൻ്റെ ഒക്കെ ഒരു റിസോർട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ നമ്മള് വാഗമൺ ടൗണിലേക്ക് എത്തി കേട്ടോ. ഈ കാണുന്നതാണ് വാഗമൺ ടൗൺ. നല്ല തെളിഞ്ഞ അന്തരീക്ഷം കേട്ടോ. നല്ല ക്ലിയർ ആയിട്ടുള്ള അന്തരീക്ഷമാണ്. ഒട്ടും കോടമഞ്ഞൊന്നുമില്ല. കാരണം നമ്മൾ ഇത്തിരി വൈകി ഒരു എത്ര മണിയായി, ഇപ്പൊ 10 മണിയൊക്കെ ആയി നമ്മൾ എത്തിയപ്പോഴത്തേക്ക് ഇവിടെ. അപ്പൊ നല്ല അടിപൊളി കാലാവസ്ഥ. ഇതാണ് പ്രോപ്പർ വാഗമൺ ടൗൺ കേട്ടോ. ഇവിടെ കൂടുതലും ജീപ്പുകളാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇവിടുത്തെ വഴികളെല്ലാം ഭയങ്കര മുകളിലേക്കുള്ള ഹൈ റേഞ്ച് പോലത്തെ വഴികളായതുകൊണ്ട് ഇവിടെ ജീപ്പുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം. നമുക്ക് നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇനി ഇവിടെ നിന്നൊരു ജീപ്പ് എടുത്തിട്ട് വേണം അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകാൻ. അപ്പം ഞാൻ വാഗമണിലാണ് കേട്ടോ ഉള്ളത്. വാഗമണിൻ്റെ നല്ല കുളിരുള്ള തണുത്ത കാറ്റ് കേട്ടോ. നല്ല രസമുണ്ട് ഇവിടുന്ന് കാണാൻ. ഇത് താഴേക്കുള്ള സീനുകളൊക്കെ നോക്കി. എങ്ങനെയുണ്ട് കാഴ്ചകൾ? അപ്പം നമ്മൾ വാഗമൺ ടൗണിൽ വന്നിട്ട് റിസോർട്ടിലേക്ക് പോണ വഴിയിലാണ് പോണത്. ഏകദേശം 1/2 കിലോമീറ്റർ ഉണ്ട് നമ്മൾ താമസിക്കുന്ന റിസോർട്ടിലേക്ക്. വഴി നല്ല മോശമായ വഴിയാണ് കേട്ടോ. ഈ കാണുന്ന ഒരു തേയില ഫാക്ടറി കേട്ടോ. മാസ്കോ എന്ന് പറയുന്ന തേയില ഫാക്ടറിയാണ്. ഈ ഭാഗത്ത് റിസോർട്ടുകളും ഇങ്ങനെയുള്ള കമ്പനികളും മാത്രമുള്ള, അതായത് തേയില കമ്പനികളും പിന്നെ റിസോർട്ടുകളും മാത്രമുള്ള ഒരു വഴിയാണിത്. ജസ്റ്റ് 2 കാറുകൾക്ക് കടന്നു പോകാവുന്ന വീതിയുള്ളൂ. അപ്പം ഞങ്ങൾ താമസ സ്ഥലത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് പോകണം. ഇനിയൊരു ട്രക്കിംഗ് ഉണ്ട്, ജീപ്പ് സവാരികളുണ്ട്, നല്ല രസകരമായ അനുഭവങ്ങളുണ്ട്. ഇനി ഇവിടുന്ന് പുതിയ യാത്രകളാണ് നമ്മൾ തുടങ്ങുക. അപ്പോൾ വാഗമണിൽ ഞങ്ങളിങ്ങനെ മൊട്ടക്കുന്നുകൾ കാണാൻ വേണ്ടിയിട്ട് വന്നേക്കാണ് കേട്ടോ. മൊട്ടക്കുന്നുകളിലേക്ക് കയറാനുള്ള ഒരു വഴിയാണ്. അതിലങ്ങോട്ട് കയറുക മുകളിലേക്ക് കേട്ടോ.
പോയിട്ട് നല്ല മൊട്ടക്കുന്നുകളുടെ ഭംഗി കാണിച്ചു തരാം. അപ്പോൾ ഒരു മൊട്ടക്കുന്നിൻ്റെ മുകളിൽ നിന്നിട്ട് മറ്റൊരു മൊട്ടക്കുന്നുകളുടെ മുകളിലേക്കൊന്ന് പിടിച്ചു നോക്കട്ടെ കേട്ടോ. ഈ കാണുന്നതെല്ലാം നാച്ചുറലായിട്ടുള്ള ഒരേ മൺകൂനുകൾ വെച്ചേക്കണ പോലെയുള്ള മൊട്ടക്കുന്നുകളാണ്. മൊട്ടക്കുന്നുകളിലെ ഏറ്റവും ഹൈറ്റുള്ളതിലാണ് ഞങ്ങൾ നിൽക്കണേ. ഏകദേശം ചുറ്റുവട്ടത്തുള്ള എല്ലാ മൊട്ടക്കുന്നുകളും ഞങ്ങളുടെ ഇപ്പം നിൽക്കുന്നതിനേക്കാളും താഴെയാണുള്ളത്. ഭയങ്കര മനോഹരമായ ഒരു സീനാണ് ഇവിടെ ഉള്ളത്. നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും നടന്നും കണ്ട് ഫീൽ ചെയ്യണം. എന്ത് മനോഹരമായ ഓരോ പ്രദേശങ്ങളിൽ ചെല്ലുമ്പോഴും നമ്മൾ വിചാരിക്കും ഇതാണ് ഏറ്റവും ഭംഗിയെന്ന്. പിന്നെ മറ്റൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ അതിലും മനോഹരമാണ്. അപ്പോൾ എത്ര മനോഹരമായ ഒരു ഭൂപ്രകൃതിയാണ് വാഗമണിൽ ഉള്ളതെന്നൊന്ന് വന്ന് കണ്ടറിയണം. ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടിൻ്റെ വളരെ ദൂരെ നിന്നുള്ളൊരു വ്യൂ ക്യാമറയ്ക്കുള്ളിൽ കൂടെ നോക്കിയാൽ കാണാവുന്നതാണ്. ശരിക്കും സൂം ചെയ്ത് കാണിക്കാം. ഞങ്ങളിവിടുന്ന് പയ്യെ താഴേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ അങ്ങോട്ട് കയറിപ്പോയ വഴി തന്നെയാണ് കേട്ടോ. കൊട്ടക്കുന്നിൻ്റെ മുകളിലേക്ക് കയറിപ്പോയ അതേ വഴിയാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ആയിരിക്കുകയാണ്. ഇന്നത്തെ യാത്ര ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ വീണ്ടും നല്ല കാഴ്ചകളുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.